സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദൈവിക സത്യങ്ങളെല്ലാം സിദ്ധാർത്ഥനോട് പറഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥൻ തന്നെ ഈ സത്യങ്ങളെല്ലാം ഗിരീഷിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഗിരീഷിന് അത് രജനിയോടും അമ്മയോടും പറയുമ്പം രജനിയാണെങ്കിൽ അമ്മയും നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ സമയം ഗിരീഷൻ പറയുന്നുണ്ട്, പിന്നെ ദേവിക കള്ളം പറയുമോ? ദേവിക അങ്ങനെ ഒരിക്കലും കള്ളം പറയില്ല. ആദ്യമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ദേവിക ഇങ്ങനെ ഒരു പ്ലാന്റിന് അനുമതി കൊടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടല്ലോ എന്ന്. എന്തായാലും മേഡത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട്, എനിക്കിതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗിരി. എന്തായാലും അമ്മയൊന്നും ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് എന്ത് ഗുണത്തിനാണ്. ആ സമയം ഗിരിയുടെ അമ്മയും പറയുന്നുണ്ട്, ചിലപ്പോൾ പ്രഭാവതിക്ക് പരിചയമുള്ള ആളാണല്ലോ കേൾക്കാൻ നായർ, അതുകൊണ്ടായിരിക്കും പ്രഭാവതി അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതെന്ന് പറയുമ്പം ഗിരി പറയുന്നുണ്ട്, പരിചയമുള്ള ആളാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞിട്ടല്ലേ ചെയ്യണേ, ഇതിപ്പോൾ ഒരു രഹസ്യ സ്വഭാവം കാണുന്നുണ്ട്. എന്തായാലും ഇത്രയും ദിവസം എല്ലാവരും ദേവികയെ കുറ്റപ്പെടുത്തിയപ്പോഴും ദേവിക ഈ സത്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സിദ്ധാർത്ഥ സാറിൻ്റെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റം സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ദേവിക ഈ സത്യങ്ങൾ സിദ്ധാർത്ഥൻ സാറിനോട് പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രഭാവതിമേടും നന്ദനും എന്തോ ഒരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. അതെന്താണെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ആ രഹസ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും ദേവികയും കൊണ്ട് ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിക്കേണ്ടതല്ല. ആ സമയത്ത് ഈ രജനി പറയുന്നുണ്ട്, അതിന് അമ്മ എന്ത് രഹസ്യം വയ്ക്കാനാ? അമ്മയ്ക്കും നന്ദനും അങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റിയ എന്ത് രഹസ്യമുള്ളതെന്ന് വയ്ക്കുമ്പം അത് തന്നെ നമ്മളിപ്പോൾ കണ്ടെത്തേണ്ടത്. നമുക്കും ആർക്കും അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം മേഡവും നന്ദനും കൂടി നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്നുണ്ടെന്ന്. ഇത് കേട്ടിട്ട് രജനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനെയാണ്. ത്യാഗരാജനാണെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥൻ എല്ലാവരോടും പറഞ്ഞു പ്രഭാവതി നന്ദനും കാരനാണ് ദേവിക ആ പ്ലാന്റിന് അനുമതി കൊടുത്തതെന്ന്. അങ്ങനെ ത്യാഗരാജൻ വീട്ടിൽ വന്നിട്ട് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചിക്ക്? ചന്ദ്രോത്തുകാരെന്ന് പറഞ്ഞാൽ ചേച്ചി മരിക്കുമായിരുന്നല്ലോ, ഇപ്പം ചന്ദ്രോത്തുകാരുടെ സ്വഭാവം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തറിഞ്ഞിട്ടാ ത്യാഗരാജായി സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ, ഇനി എന്താ അറിയാനുള്ള, എല്ലാവരും എല്ലാം അറിഞ്ഞ് ചേച്ചി എന്താ ഒന്നും അറിഞ്ഞിട്ടില്ലേ? ദേവികയും കൊണ്ട് ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചത് പ്രഭാവതിയും നന്ദനും ചേർന്നിട്ടാണ്. അത് സിദ്ധാർത്ഥൻ സാറിനോട് അവൾ തുറന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല, മിക്കവാറും ദേവികയുടെ രാജി ഉടനെ ഉണ്ടാവുമെന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, അതിന് ദേവിക അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്തെങ്കിലും സാഹചര്യവശാൽ അവൾ അതിന് അനുമതി കൊടുത്തതായിരിക്കും, അതിനങ്ങനെ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയും ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ നന്ദനെ പരമാവധി ദേവികയ്ക്ക് എതിരായിട്ട് തിരിക്കുന്നുണ്ട് കേട്ടോ. ദേവികയുടെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട്, എന്നാലും അവൾ എന്ത് ചതിയെ ചെയ്തത് ഒരിക്കലും ആരോടും പറയില്ല എന്നുള്ള പറഞ്ഞ കാര്യം അവൾ എന്തിനാ സിദ്ധാർത്ഥനങ്ങളോട് പറഞ്ഞതെന്നൊക്കെ പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, അതാ എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ ഒരിക്കലും അവളിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ അമ്മേനെയും അവൾ മനഃപൂർവ്വം തന്നെ അച്ഛൻ്റെ മുന്നിൽ മോശക്കാരാക്കി. ഇനി അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ഇതിന് ദേവികയ്ക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം നന്ദ, അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവൾ ഒരിക്കലും മറക്കാത്തൊരു തിരിച്ചടി അവൾക്ക് കൊടുക്കണം. അത് കേട്ടതും നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. നന്ദൻ ഇസബല്ല പറയണതിനെ എതിർക്കാനും പറ്റൂല. അങ്ങനെ നന്ദൻ എന്തൊക്കെയോ തീരുമാനിച്ച രീതിയിൽ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഈ പ്രഭാവതി ആണെങ്കിൽ ദേവിക കണ്ടിട്ട് മോളേന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയും നന്ദുവും ഒന്നും മിണ്ടാതിരുന്നുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ അച്ഛനോട് പറഞ്ഞതെന്ന് പറയുമ്പം, അത് ശരിയാ, എന്നാലും മോൾ ഇതുപോലെ പറയുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല, ഇനി സിദ്ധുവിനോട് ഞങ്ങൾ എന്ത് പറയുമെന്ന് പറയുമ്പം, എന്താണോ ഇതിൻ്റെ പിന്നിലുള്ളത് അത് തന്നെ അമ്മ അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയും നന്ദുവും എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്നിൽ നിന്നും അച്ഛനിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് എന്നെ കൊണ്ട് ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചത്, അല്ലാതെ കെവിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നണില്ല. അങ്ങനെ കെവിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ നന്ദുവിന് ആ ജോലി വേണ്ടാന്ന് വെച്ചാൽ പോരായിരുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് അങ്ങനെയല്ല മോളെ, നമ്മളുടെ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദന അങ്ങനെ ചെയ്തത്, അല്ലാതെ മോളെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതിന് എൻ്റെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാവുന്ന എന്ത് പ്രശ്നം അമ്മേ ഇതിൻ്റെ പിന്നിലുള്ളത്, അതെന്താണെന്ന് നിങ്ങൾ എന്നോട് തുറന്ന് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എന്നിൽ നിന്നും അച്ഛനിൽ നിന്നും നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. എന്തായാലും ഇനി എനിക്കും ഇതും ചുമന്നുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല അമ്മേ,
ഇനി എനിക്ക് സമാധാനമായിട്ട് രാജിവെക്കണമെങ്കിൽ രാജിവെക്കാമല്ലോ എന്ന്. അങ്ങനെ ദേവികയാണെങ്കിൽ റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. ഇതേസമയം പ്രഭാവതിയാണെങ്കിൽ ദേവികയെ എതിർക്കാനും പറ്റില്ല, അനുകൂലിക്കാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥയെ തന്നെയാണ്. പ്രഭാവതിക്ക് അറിയാം പ്രഭാവതി നന്ദനും കൂടി ദേവികയും കൊണ്ട് ചെയ്യിപ്പിച്ചത് വലിയ ക്രൂരത തന്നെയാണ്. കാരണം നന്ദനെ ആ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ അഴിമതിക്ക് ദേവികയെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ എല്ലാം സിദ്ധാർത്ഥനെ അറിഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥനോട് തുറന്നു പറയേണ്ടി വരുമെന്നുള്ള പേടി തന്നെയാണ് പ്രഭാവതി നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥൻ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് സിദ്ധാർത്ഥനോട് പാർട്ടിക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാലും സിദ്ധാർത്ഥ സാറേ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ഭാര്യയും അതുപോലെ മകനും കൂടി ചേർന്നല്ലേ ദേവികയും കൊണ്ട് പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചത്. ഇതുപോലൊരു അഴിമതി കുടുംബമായിരുന്നു നിങ്ങളുടേന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ നാണം കെടുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തായാലും തെറ്റ് ചെയ്തവരെ ഞാൻ ന്യായീകരിക്കണമൊന്നുമില്ല, ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ പാർട്ടിക്കാർ പറയുന്നുണ്ട്, ഇതിന് വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്, ദേവിക സ്വയം രാജിവെച്ച് സ്ഥാനം ഒഴിയണം, അടുത്ത ആളെ MLA ആക്കണം. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഭരണകാലഘട്ടം തീരാറായി, അതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ രാജിയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ തന്നെ ദേവികയുടെ MLA സ്ഥാനം പോകുമല്ലോ, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വന്ന നാണക്കേടിന് എന്താ പ്രതിവിധി എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതിന് ദേവിക തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ദേവികയുടെ മേലിൽ സമ്മർദ്ദം ചെലുത്തിയത് എൻ്റെ ഭാര്യയും മകനും അല്ലേ, അതിന് പ്രായശ്ചിത്തം ഞാൻ തന്നെ ചെയ്തോളാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധികേനെയും മാധവനെയും ശാരികേനെയൊക്കെയാണ്. ശാരികയാണെങ്കിൽ രാധികേനോട് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ കാര്യങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം എന്ത് കാര്യമടി നീ എന്താ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, അതെ ചേച്ചി ആ പ്ലാന്റിന് അനുമതി കൊടുത്തില്ലേ, അത് ചേച്ചിയുടെ ഇഷ്ടത്തിന് കൊടുത്തതല്ല, നന്ദേട്ടനും പ്രഫാൻറ്റിയും കൂടി നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ചേച്ചിയും കൊണ്ട് കൊടുപ്പിച്ചതാണ്. അത് കേട്ടതും ഈ മാധവൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ പ്രഭാവതി ഭീഷണിപ്പെടുത്തി അനുമതി കൊടുപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഇനി പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പം ശാരിക പറയുന്നുണ്ട്, പൈസയ്ക്കൊന്നും അല്ലാന്നാ തോന്നണേ, വേറെ എന്തോ ഒരു കാര്യമുണ്ട്. എന്തായാലും നന്ദേട്ടനും പ്രഫാൻറ്റിയും കൂടി ചേച്ചിയും സിദ്ധാർത്ഥനങ്ങളും അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് സിദ്ധാർത്ഥനങ്ങളിനെ പോലും അറിയിക്കാതെ ഈ പ്ലാന്റിന് ചേച്ചീനെയും കൊണ്ട് അനുമതി കൊടുപ്പിച്ച്. ഇപ്പോഴാണെങ്കിൽ ഗിരീഷേട്ടന് അതിനെതിരെ സമരം ചെയ്ത് സ്റ്റേഷനിലും കയറി. പിന്നെ അവിടുന്ന് ജാമ്യം എടുക്കാൻ നിന്നിട്ട് ചേച്ചി ചെന്നപ്പം ജാമ്യം കൊടുത്തില്ല. പിന്നെ ജാമ്യം കിട്ടിയത് ആ ഇസബെല്ല ചെന്നപ്പോഴാണ്. ആ സമയത്ത് ഈ രാധിക പറയുന്നുണ്ട്, ഇസബെല്ലയും കെവിനും നന്ദൻ്റെയും ദേവികയുടെയും ജീവിതത്തിലേക്ക് എന്ന് വന്നോ അന്ന് തൊട്ട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ ഈ കെവിനും ഇസബെല്ലയും നന്ദൻ്റെ കൂടെ കൂടിയത് മോളുടെ MLA സ്ഥാനം കണ്ടുകൊണ്ടായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, മിക്കവാറും അതിനാ ചാൻസ്, ചേച്ചിയെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ നന്ദേട്ടൻ്റെ കൂട്ടുകൂടി വന്നേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ സിദ്ധാർത്ഥൻ വരുന്നുണ്ട്. സിദ്ധാർത്ഥനെ കണ്ടതും ദേവിക പറയുന്നുണ്ട്, അച്ഛാ ഞാനിനി എന്താ വേണ്ടത്, ഞാൻ രാജിവെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മോളിപ്പോൾ രാജിവെക്കാനൊന്നും നിൽക്കണ്ട, എന്തായാലും മോളോട് ഞാൻ ഒരുപാട് മോശമായി പെരുമാറി, അതിന് മോൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അച്ഛൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയല്ലേ പെരുമാറുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതല്ല മോൾ ഈ സത്യങ്ങൾ ആദ്യം തന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് പരിഹരിക്കാമായിരുന്നു, നിനക്കിത് ഒപ്പിടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം എനിക്ക് അതിന് പറ്റില്ലായിരുന്നു അച്ഛാ, എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു, അമ്മയും നന്ദനും എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു, ആരോടും പറയരുതെന്നും പറഞ്ഞ്. പിന്നെ ഞാൻ എങ്ങനെയാ അച്ഛനോട് പറയണേന്ന്. എന്നാലും പ്രഭയും ഈ നന്ദനും എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കൊടുത്തതെന്ന് പറയുമ്പം അത് കെവിന് വേണ്ടി ചെയ്തതാന്നല്ലേ അച്ഛാ അവർ പറയണേന്ന് പറയുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇല്ല, ഇതൊരിക്കലും കെവിൻ മാത്രമല്ല, ഈ കെവിൻ്റെയും ഇസബെല്ലയുടെയും വരവിന് പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന് എനിക്ക് തോന്നണേ, എന്തായാലും ഞാൻ അധികം വൈകാതെ തന്നെ അത് കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ നന്ദൻ വരുന്ന സമയത്ത് ഈ സിദ്ധാർത്ഥൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. വേഗം തന്നെ നന്ദനാണെങ്കിൽ ഇസബെല്ലയെ കാണാൻ പോകുന്നുണ്ട്. ഇസബെല്ലയെ ചെന്ന് കണ്ടതും ഈ നന്ദൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് ഇസബെല്ല ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദ, നിൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ആകെ പ്രശ്നമായി വല്ല, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൊലക്കേസിനകത്ത് പോകുന്നു തന്നെയാണ് തോന്നണേ, ഇപ്പോൾ ദേവി അച്ഛനോട് സത്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനും അമ്മയും എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചെന്നുള്ളൊരു അന്വേഷണത്തിന് അച്ഛൻ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ മാത്രമല്ല ഗിരീഷേട്ടനും ഞങ്ങൾ സംശയമുണ്ട്, എന്തായാലും സത്യങ്ങളെല്ലാം അവരറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്,
ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ദേവികയെ വെറുതെ വിട്ടാൽ ശരിയാവില്ല നന്ദ. എത്രയും പെട്ടെന്ന് ദേവികയ്ക്കെതിരെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ അവൾ വീണ്ടും വീണ്ടും നന്ദൻ്റെയും ആൻറ്റിയുടെയും പേര് ഇതിലേക്ക് വലിച്ചിടും. അതുമാത്രമല്ല, അത് അവസാനം വന്നെത്തുന്നത് ഋഷിയുടെ കൊലപാതകത്തിലായിരിക്കും. പിന്നെ നന്ദൻ ജയിലിൽ തന്നെ ജീവിതം തീർക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നന്ദൻ കേൾക്കണം. നമുക്ക് ദേവികയെ എന്തെങ്കിലും ചെയ്യാം. ആ സമയത്ത് നന്ദനാണെങ്കിൽ ഈ ഋഷിയുടെ കൊലപാതക കേസിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇസബെല്ല മനഃപൂർവ്വം നന്ദനെയും ദേവികയുടെയും ജീവിതം തകർക്കാൻ വേണ്ടി നോക്കണേ എന്നൊന്നും ഈ നന്ദന് തോന്നണമില്ല. നന്ദനാണെങ്കിൽ എല്ലാത്തിനും മൗനാനുവാദം കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഗിരീഷിനാണെങ്കിൽ രജനിയോട് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അമ്മയും നന്ദനും ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തും. അത് കണ്ടെത്തിയിട്ട് എനിക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടതും രജനി പറയുന്നുണ്ട്, ഗിരി അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരിക്കും, ഗിരിക്ക് തോന്നണമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും രഹസ്യം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഗിരീഷിനും ഗിരീഷിൻ്റെ അമ്മയും ഈ രജനിയുടെ ന്യായീകരണം കേട്ട് എന്താ ഇവളിങ്ങനെ പറയണേന്നുള്ള ചിന്തയിൽ രജനിയുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.